ഏതൊരു മലയാളിയെ പോലെ വിദേശ സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. എടാ, വടക്കേലെ സാബുന്റെ മോൻ കാനഡയിൽ പോയല്ലോ. നിനക്കൊരു നേഴ്സിനെ കിട്ടി വിദേശത്തൊക്കെ പോയിക്കൂടെ? നിന്റെ IELTS എന്തായി? നാട്ടുകാരുടെ ഈ ചൊറിഞ്ഞ ചോദ്യങ്ങൾ സഹിക്കാൻ കഴിയാതെ നമ്മുടെ ചെറുപ്പക്കാരൻ ഒരു കൺസൾട്ടൻസിയുടെ വലയിൽ വീഴുന്നു. ഹലോ സർ, വെൽക്കം ടു അക്കരപ്പച്ച കൺസൾട്ടൻസി. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ ഏത് കൺട്രിയാണ് സാർ നോക്കുന്നത്? സർ, USA സാറിന് പറ്റിയ ഒരു കോഴ്സ് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും. only 50 lakhs. സർ, കാനഡ സൂപ്പറാണ്, പവർഫുള്ളുമാണ്, പിന്നെ ലേശം തണുപ്പുണ്ടെന്നേ ഉള്ളൂ. only 30 lakhs. അല്ലെങ്കിൽ പിന്നെ സർ, വേറൊരു സൂപ്പർ കൺട്രി ഉണ്ട്, പഠിക്കാൻ ചില്ലി കാശ് കൊടുക്കണ്ട. മാത്രമല്ല മാസം മാസം 1 ലക്ഷം രൂപ വെച്ച് ഇങ്ങോട്ട് കിട്ടും. പിന്നെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് ജർമ്മൻ ഭാഷ പഠിക്കണം. സാർ, US മതി. സർ, കാനഡ അടിപൊളിയാണ്. ജർമ്മനിയാണ് സാർ ബെസ്റ്റ്. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജലാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നത് സാംബ സദാശിവനേ. തുംഗജലാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നത് സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ 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 ശംഭോ. 50 lakhs? Oh, 30 lakhs? German language. ഭാഷയല്ലേ, പഠിച്ചെടുക്കാം. ഓക്കെ, ജർമ്മനി ഫിക്സ്ഡ്. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരൻ പല പല സ്വപ്നങ്ങളുമായി ജർമ്മനിയിലേക്ക്. बंदा जीता था खुल के, तेरी गली में आया भूल के जी, चंगा भला सी मैं लुट पुट गया, मैं तो लुट पुट गया, लुट पुट गया, मैं तो गया, मैं तो लुट पुट गया, लुट पुट गया, उड़ की करा. അമ്മേ, ഞാൻ ലാൻഡ് ചെയ്തു. യാത്രയൊക്കെ സുഖമായിരുന്നു. മോനെ, നിനക്ക് പോകാനുള്ള വഴിയൊക്കെ അറിയാമോ? ഞാൻ ബീറ്റൊക്കെ പഠിച്ചതല്ലേ, വഴി ചോദിച്ചു പൊക്കോളാം. Informationen zu ICE 5 nach Freiburg Hauptbahnhof Abfahrt 6:49 Uhr. Fällt heute aus. Grund dafür ist ein Bahnstreik. Wir bitten um Entschuldigung. അമ്മേ, ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ വെക്കുവാണേ. മോനെ, എത്തിയിട്ട് വിളിക്കണേ. പുല്ല് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ആരോടെ ഇപ്പൊ ഒന്ന് ചോദിക്കാം. ഹലോ ഇഷ്, അല്ല ഐ അല്ല വാസ് സാഗൻ. Ich weiß nicht, was Sie meinen. Tschüss. ദൈവമേ, ഈ മറുതയോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ബ്രോ, all trains are cancelled. It's a DV strike. ദൈവമേ, ഇവിടെയും സ്ട്രൈക്കോ? എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടീത്. ഓ, അങ്ങനെ എങ്ങനെയോ ഒരു പ്രകാരത്തിൽ റൂമിലെത്തി. നാളെ കോളേജിൽ പോണല്ലോ, ഫുൾ ചിക്സ് ആയിരിക്കും. ഞാൻ പൊളിക്കും. അങ്ങനെ സായിപ്പിന്റെ മദാമയുടെയും കൂടെ പഠിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി യൂണിവേഴ്സിറ്റിയിലെത്തിയ നമ്മുടെ ചെറുപ്പക്കാരൻ. പിടിച്ചു വിളിക്കാം.
MALLU 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 അളിയാ ഇവിടെ വട്ടച്ചലനമല്ല, കാശൊക്കെ എങ്ങനെയാ? ലുക്ക്, ഇവിടെ ഇഷ്ടം പോലെ ജോലി കിട്ടാനുണ്ട്. പണിയെടുക്കാനോ? നോ വഴി. പെർ അവർ $10 വെച്ച് ഏൺ ചെയ്യാം. നാട്ടിലൊരു 500-520 രൂപ വരൂലേ? Yeah. അപ്പൊ 10 മണിക്കൂർ ജോലി ചെയ്താ 5200 രൂപയോ? Something like that. Fantastic. I want that job right now. Right now. Check it out. Yeah. This is not a job. This is Patra moral. The moral is don't take avation. Hello. Hello. Fast. Fast. What's up, mother? Fast. What are you doing? Fast and furious. അങ്ങനെ പാർട്ട് ടൈമും തീസിസും ഒക്കെ കഴിഞ്ഞ് ഒരു പ്രകാരത്തിൽ നമ്മുടെ ചെറുപ്പക്കാരൻ ഗ്രാജുവേറ്റ് ആകുകയാണ് സുഹൃത്തുക്കളെ. എടാ, എനിക്ക് ജോബായി. എന്തായി നിന്റെ ജോബ് സെർച്ച് ഒക്കെ? Okay, ma'am. Thank you, ma'am. Thank you so much. Thank you. എന്തുപറ്റി? എനിക്ക് കിട്ടിയടാ. എനിക്ക് ജോലി കിട്ടിയത്. പോടോ. അതേടാ, ഇവരയച്ച CV-യും പിന്നെ ഇവിടെ ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പിന്നെ ഇവര് ഞാനും കൂടെ കൊടുത്ത ഇന്റർവ്യൂ തന്നെ യവൻ പുലിയാണ് കേട്ടാ. ഈ ഹാപ്പി നമുക്കൊന്ന് ഫെസ്റ്റിവൽ ആക്കണ്ടേ? പിന്നെ വേണ്ടേ? അപ്പൊ തുടങ്ങിയല്ലേ? റമ്മടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വരിച്ചു കേട്ടട ചങ്ങായി, മൊട്ടപ്പത്തിരി മട്ടൻ ചാറിൽ കുഴച്ചു തിന്നട ചങ്ങായി. നാട്ടിലുള്ളൊരു ഓട്ടക്കാരന് ലോട്ട കിട്ടിട ചങ്ങായി, ലോട്ട കിട്ടിയപ്പോ നോട്ട് കൊണ്ടവൻ കോട്ടു തുന്നിട ചങ്ങായി. അങ്ങനെ ജോലിയും അടിച്ചുപൊളിയുമായി ഏതാനും വർഷങ്ങൾ കടന്നുപോയി. ശേഷം വീട്ടുകാരെയും സുഹൃത്തുക്കളെയും കാണാൻ ഏറെ ആഗ്രഹവുമായി ഒരു ജർമ്മൻ NRI ആയി നമ്മുടെ ചെറുപ്പക്കാരൻ നാട്ടിലെത്തുകയാണ്. അമ്മേ, ഞാൻ എത്തി. മോനെ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? നിന്റെ തലമുടിക്ക് എന്ത് പറ്റി? ഒരുമാതിരി പശു തക്കിയതുപോലെ. അമ്മേ, ഇതെന്റെ ജർമ്മൻ സ്റ്റൈലാ. ഇതാരാ മോനെ? ഇതാണ് യൂലിയ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച മരുമോൾ. നിങ്ങൾ അവിടെ ലിവിങ് ടുഗദർ ആണ്. ഹലോ മാമ, ich freue mich dich kennenzulernen. Wie geht es dir? ദൈവമേ, ഇത് ഞാനും ജർമ്മൻ പഠിക്കണമല്ലോ. എടി സുജേ, എന്തെങ്കിലും ആവട്ടെ, അവരെയും കെട്ടിച്ചു വിടാം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അപ്പോ ആഘോഷമൊക്കെ തുടങ്ങുമല്ലേ? നമ്മുടെ
അടിപൊളി കൈയോടി എല്ലാവരും ഒന്ന് കൊടുക്കണം. ഇവരിവിടെ ഒന്ന് പെർഫോം ചെയ്ത കാര്യങ്ങൾ, അതിന്റെ സിറ്റുവേഷനിലൂടെ നമ്മളിൽ പലരും കടന്നു പോയിട്ടുണ്ടാവും. അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വളരെ നല്ല പരിപാടിയാണ് അവർ അവതരിപ്പിച്ചത്. നമുക്ക് ആ ടീമിനെ ഒന്ന് പരിചയപ്പെടാം. അഞ്ജു ദിപിൻ, ബിനോയ് വർഗീസ്, അഞ്ജുഷ നന്ദകുമാർ, എറിൻ വിൽസൺ, മേഘ ഏലിയാസ്, രേഷ്മ ജോസഫ് and Shaiju Varghese. Please give a big round of applause